ഓസ്ട്രേലിയയിലോട്ട് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻലാൻഡിൽ മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേ ഹോംസ് കണ്ടിട്ടുള്ളതെന്ന്. ഡിസ്പ്ലേ ഹോംസ് എന്താണെന്നും ഒരു ഡിസ്പ്ലേ ഹോം എങ്ങനെയാണെന്നുള്ളതും മെയിൻലാൻഡിലുള്ള കുറേ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ടാസ്മാനിയയിൽ ഡിസ്പ്ലേ ഹോംസ് ഇല്ല എന്നുള്ളൊരു പരാതി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തീർക്കാൻ പോവാണ്. സോ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ലോൺസെസ്റ്റ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണുള്ളത്. അപ്പോൾ നമുക്കിവിടെയുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ഹോം, ഇവിടുത്തെ ഒരു അടിപൊളി ഒരു ബിൽഡറാണ്. അപ്പം അവരുടെ ഒരു പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്പ്ലേ ഹോംസ് കാണാം. ആ പരാതി ഈ വീഡിയോയുടെ തീർന്നു. ലെറ്റ്സ് ഗോ ഇൻ. സോ നമ്മൾ കയറി വരുമ്പം തന്നെ ഒരു ചെറിയൊരു ടേബിൾ, ഒരു റൗണ്ട് മിററൊക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞൊരു പ്ലാന്റ്സ്, ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. വളരെ കോസി ആയിട്ടുള്ള ഫീൽ ചെയ്യും, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കിഡിലുമായിട്ടുള്ളൊരു ആംബിയൻസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ കയറാൻ വേണ്ടിയിട്ട് വിൻഡോസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റെഡി ടു ലീവ് ആയിട്ടുള്ളൊരു ഹൗസാണ്. ഡിസ്പ്ലേ ഹോംസ് നമുക്ക് പിന്നീട് വാങ്ങിച്ച് നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ബിൽഡർ വീട് പണിയുന്നത് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല, പെട്ടെന്ന് പോകാം. നമുക്കിവിടെ വരുന്നത് വാക്കിൻ റോബാണ് വരുന്നത്. ഇത് ഹിസ്സും ഇതിൻ്റെ ഇപ്പുറത്ത് റോണ് വരുന്നത്. ഇപ്പം മെയിലിൽ 2 സെപ്പറേറ്റ് വരുന്നുണ്ട് കൊണ്ടോ, ഒരു ഷൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ എൻസ്യൂട്ട്, ഇത് മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നിട്ടുള്ളൊരു ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. നമ്മൾ എൻസ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇത് ഷവർ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എല്ലാം ഉണ്ട്, വെള്ളം എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സർവീസുകളും ഉണ്ട്. ടോയ്ലറ്റും കാര്യങ്ങളും അത്യാവശ്യം ആംബിയൻ ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. ഇത് ടവൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. സോ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഗ്യാരേജാണ്, ഡബിൾ ഗ്യാരേജാണ്. അപ്പോൾ അവിടെ ഒരു നമ്മൾ ബിൽഡറിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, നമ്മളിപ്പോൾ അത് കാണിക്കുന്നില്ല, വിൽ ഷോ ലേറ്റർ. ഓക്കെ, അത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ലിനൻ കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ഇതും തുറക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലിനൻ കബോർഡ് സെറ്റിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുന്നു, ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വാൾ ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡിൽ തന്നെ കാണുന്നത്, അത് നമ്മൾ റൈറ്റ് സൈഡിലാണ് കേട്ടോ. അത് കയറി വരുന്ന വഴി, അവിടെ നിന്ന് കയറി വന്ന് ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം, പിന്നെ വരുന്നത് ഇതാണ് ലൗഞ്ച്. ഇവിടെ നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഇരുത്തി അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ കൊടുക്കാം. നമുക്കിവിടെ എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ സൈഡിലൊരു ഗ്രീൻ ഒരു ചെടി ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ വാൾ പിക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളാണ്, ഭയങ്കര ആ ഒരു കളറിന് ചേരുന്ന രീതിയിലുള്ള ഒരു വാൾ പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനഫ് ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡേ ലൈറ്റിന് ആവശ്യമില്ല. ഇതിപ്പം ഇതിന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് ജനലൊക്കെ തുറന്നിട്ടാൽ നമുക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇടാം. ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വെട്ടം കിട്ടും. അങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഇതിൽ ഒരു കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ, നമ്മുടെ ഡൈനിങ് ടേബിൾ, ഡൈനിങ് റൂം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ്. പിന്നെ ലിവിങ് റൂം. അപ്പോൾ ഈ ലിവിങ് റൂം മീൻസ് ലൈക്ക് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ നമുക്ക് ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ നല്ലൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ഡൈനിങ് ടേബിളും ചെയറും ഉണ്ട്. ഒരു ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒരു വാൾ പിക്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വീട്ടിലും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പമ്പ് സിസ്റ്റം. അതായത് നമുക്ക് ചൂടത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AC സിസ്റ്റം, AC ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തണുപ്പുള്ള സമയത്ത് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി ആയിട്ടുള്ളൊരു AC യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോസി ആയിട്ടുള്ളൊരു ഇതാട്ടോ ഈ ഒരു ലിവിങ് റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നല്ല കളർ തീം. പിന്നെ നമുക്ക് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നതൊരു വിനൈൽ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ഭംഗിയിലാണത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഫയർ പ്ലേസ്, അതായത് നമുക്ക് ഫയർ പ്ലേസ് പുതിയ വീടുകളിൽ വെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫയർ പ്ലേസ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഫയർ പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നല്ലൊരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വെളിച്ചം കയറുന്നുള്ളതെന്നുള്ളതാണ് ആ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഐലൻഡ് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ അത്യാവശ്യം
ഈ എന്താ പറയുക കട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം ഫാമിലി ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം ഒരാൾ വൈഫ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിന് ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാനും എല്ലാം നല്ലൊരു സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കബോർഡുകൾ അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. കാരണം കബോർഡുകൾ ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നി, ഭയങ്കര നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ കബോർഡുകളെല്ലാം തന്നെ ഉണ്ടോ, ഓക്കെ, എല്ലാം നല്ല ഭംഗിയിട്ടുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് എസ്പെഷ്യലി എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിങ്ങനെ നമ്മൾ പാത്രം കഴിയുമ്പോഴാണെങ്കിലും കുക്കിങ്ങിനൊക്കെ ടൈമിൽ ഈ അടുക്കളയിലേക്ക് കിച്ചൺ, അത് എസ്പെഷ്യലി ആ ഒരു ഡേ ലൈറ്റിലെ ആ ഒരു ഇതുണ്ടല്ലോ, ആ വെളിച്ചം കിട്ടുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് തരും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അത് ഡെഫിനറ്റ്ലി നമ്മൾ വീടൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് സെറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്കൊരു ഗ്ലാസ് ടോപ്പിൽ ഒരു കുക്കിംഗ് സ്റ്റൗ ആണ് വരുന്നത്. അതിൻ്റെ താഴെ തന്നെ ഒരു ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഡിഷ് വാഷർ, പാത്രം കഴിയാൻ മടിയുള്ളവർക്ക് ഒരു ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടൊരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഡിഷ് വാഷറിലിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ പറ്റും. പിന്നെ താഴെ അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് കട്ട്ലറീസ് വെക്കാം. അങ്ങനെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുള്ള അതിനകത്ത്. ഓക്കെ, വാവ്, സൂപ്പർ. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട്. താഴെ നമുക്ക് ഫ്രീസർ സിസ്റ്റം താഴെയായിട്ട് വരുന്നത്. ഐസ് ക്യൂബ്സൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിച്ചണിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പാൻട്രിയാണ്. സോ നമുക്ക് ഈ ഒരു പാൻട്രി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര നല്ല സ്പേസ് തോന്നുന്നു. കാരണം നമുക്ക് ലൈവായിട്ട് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് നേരിട്ട് വരുമ്പോഴത്തേക്ക് നല്ല സ്പേസ് തോന്നുന്നുണ്ട്. നമുക്കിവിടെ പാത്രങ്ങളൊക്കെ വെക്കാനും താഴെ നല്ലൊരു സ്റ്റോറേജ് സിസ്റ്റം ഒരു നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓസം, നല്ല നല്ല ബിൽഡാണ് കേട്ടോ. ഷുഗർ, കോഫി, ടീ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിച്ചറും പരിപാടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഭയങ്കര ഭംഗി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എസ്പെഷ്യലി എനിക്കൊരു കളർ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത്, ഈ ഒരു വൈറ്റിൻ്റെ ഒരു ഇത്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു പാൻട്രി, അതായത് നമ്മളിവിടെ നിന്ന് കിച്ചണിൽ ഇങ്ങോട്ടാണ്, ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാൻട്രിയുടെ സൈഡിൽ തന്നെയാണ് നമുക്ക് ലോണ്ട്രി സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോണ്ട്രി ബാഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നമുക്ക് ഡ്രയറും വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോപ്പ് പൊടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റോറേജ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വാഷ് ചെയ്യാനും കാര്യങ്ങളും ഈ താടിയൊക്കെ ട്രിം ചെയ്യുന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്നിട്ട് ചെയ്യാമെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് ചെയ്യാം. അത് നമുക്ക് കളക്ട് ചെയ്ത് കളയാനും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു എക്സിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ഡബിൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അത്യാവശ്യം സ്പേസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥലം എത്രയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ വീടിൻ്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുന്നതാണ്. അത് നമ്മൾ ആൽഫ്രസ്കോയിൽ കൂടെ നമ്മൾ ഇറങ്ങി കാണിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഹോൾവേ, അതാണ് ഹോൾവേ എന്ന് പറഞ്ഞാൽ, ആ ഹോൾവേ കൂടെ ഇങ്ങനെ കയറി വന്ന് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ബെഡ്റൂംസ് എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഇമേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വോൾ ഇമേജ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ബെഡ്റൂം നമുക്ക് അവിടെയാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യും. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ. അത്യാവശ്യം സ്ഥലം കാര്യങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് എൻസ്യൂട്ട് ഉണ്ടാവില്ല, അതായത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊരു നല്ലൊരു കബോർഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്കിംഗ് വാർഡ്രോബ് അല്ലെങ്കിൽ നോർമൽ വാർഡ്രോബ്. നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനും ജീൻസൊക്കെ ഹാങ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നമുക്ക് പ്രൈവസി വളരെ ആവശ്യമാണ്. കാരണം അപ്പുറത്തെ ആൾക്കാരുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്കിത് കർട്ടൻസ് ക്ലോസ് ചെയ്യാം. രാത്രിയിൽ ഇത് ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ ബ്ലൈൻഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബ്ലൈൻഡ് ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുള്ളി ഇരുട്ടൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ബെഡ്റൂമിന് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഓക്കെ, ഈ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ഒരു ക്യൂൻ സൈസ് ബെഡ് എന്ന് എനിക്ക് തോന്നുന്നു. ക്യൂൻ സൈസ് ആണെന്ന് തോന്നുന്നു. ക്യൂൻ അല്ലെങ്കിൽ ഡബിൾ, ഫീൽസ് ലൈക്ക് ഡബിൾ. എനിക്കൊരു ഡബിൾ ബെഡായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ലാമ്പും അതുപോലെയുള്ള കാര്യങ്ങളും ബുക്ക് വെക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു ടേബിൾ പോലത്തെ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കേട്ടോ. അടുത്ത ബെഡ്റൂം നമ്മൾ നേരെ തിരിച്ച് വന്ന് ഈ സൈഡിലേക്ക് നമ്മൾ ഹോളിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ കിച്ചൺ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതാണ്. അവിടെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക്
ഒരു ബെഡ്റൂം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പം കയറി ഇറങ്ങിയ ആ ഒരു റൂമിൻ്റെ ആ ഒരു സൈസ് തന്നെയുണ്ട്, അതേ സൈസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അവരൊരു ടേബിൾ ലാമ്പും ബുക്കൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റൂമിലും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്ന ആ സ്പേസ് ഇതായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഇത് ആൽഫ്രസ്കോയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്പേസാണ്. ഞാൻ ഒന്നുകൂടെ പുറത്തിട്ട് കാണിക്കാം. ഇത് നമുക്കിവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ആ റൂമിൽ അതേ സൈസിലുള്ളൊരു വാർഡ്രോബാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഇവിടുന്ന് റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സൈഡിൽ തന്നെ നമുക്കൊരു ലിനൻ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനെല്ലാം ഈ ഒരു കബോർഡ് യൂസ് ചെയ്യാം. നമ്മുടെ ഡ്രസ്സുകളല്ലാണ്ടുള്ള കുറേ സാധനങ്ങൾ വരുമല്ലോ, അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാനുള്ളൊരു കബോർഡ് സിസ്റ്റമാണ് കേട്ടോ. പിന്നെ വരുന്ന ഈ ഒരു കിഡ്സ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം ആക്ച്വലി കുഞ്ഞൊരു ബെഡ്റൂമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബെഡ്റൂമാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഡേ ലൈറ്റ് നല്ല രീതിയിൽ കയറുന്നുള്ളതുകൊണ്ടെന്നാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കാരണം ഡേ ലൈറ്റ് മോർ പോസിറ്റീവ് എനർജി നമുക്ക് തരും. അതുകൊണ്ട് ആ ഒരു വിൻഡോ ഇട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം, അതായത് ലൈറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയും ഒരു വാർഡ്രോബ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സിംഗിൾ ബെഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ഒരു ഷവറുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരിതും പിന്നെ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഈ ഒരു കോമൺ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് റൂം ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാരണം രാവിലെ ഒരാൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോയി ഫ്രഷൊക്കെ ആവാം, കുളിക്കുകയൊക്കെ ചെയ്യാം. ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ദേ ക്യാൻ കം ടു ദി ടോയ്ലറ്റ്. അപ്പോൾ ആ ഒരു പ്രൈവസിയുടെ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു ഇതിലും കൊണ്ട് ഒഴിവായി കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇത് നമ്മൾ ബെഡ്റൂംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ മാസ്റ്റർ ബെഡ്റൂം ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്പർ 2, പിന്നെ ഇത് നമ്പർ 3, നമ്പർ 4 നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക് വന്നതിന് ശേഷം ആൽഫ്രസ്കോയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഈ ഒരു ആൽഫ്രസ്കോ എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു ഓസ്ട്രേലിയയിൽ എനിക്കൊന്ന് വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇവിടെ നമുക്ക് ഫ്ലൈ നെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഈച്ച കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈച്ച വേറെ ബാക്കിയുള്ള ഫ്ലൈസ് ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി ഫ്ലൈ നെറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഫ്ലൈ നെറ്റിൻ്റെ ഗുണം നമ്മൾ അകത്തെ ഡോർ നമുക്ക് തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് പുറത്തെ ആ ഒരു ഇത്, അതായത് നമുക്കിങ്ങനെ ഇതുണ്ടോ, ഇതൊരു സെപ്പറേറ്റ് ഡോറാണല്ലോ. ഇതൊരു ഗ്ലാസ് ഡോറാണ്, ഡബിൾ ഗ്ലേസ്ഡ് ആണ് കേട്ടോ. അപ്പം ഇത് തുറന്നിടാം നമുക്ക് സമ്മർ ടൈമിൽ. എന്നിട്ട് നമുക്കിങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എയർ നമുക്ക് ഉള്ളിലേക്ക് കയറും. ഇതാണ് ആൽഫ്രസ്കോ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. തൊട്ടടുത്ത് അധികം എന്താ പറയുക അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. യൂണിറ്റുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തിരുന്ന് ചായ കുടിക്കാനും പിന്നെ വളരെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു വീടിൻ്റെ ആൽഫ്രസ്കോ നമുക്ക് കിട്ടുന്നത്. കാരണം മൗണ്ടെയിൻ റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു ഭയങ്കര അടിപൊളി ഒരു കാര്യമാണ്. നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി ഒച്ച വെക്കുന്നുണ്ട്. എക്സ്ട്രീംലി സോറി, വേറെ ഒന്നും ചെയ്യാനില്ല, എൻ്റെ സൗണ്ട് കേട്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് നമുക്കിങ്ങനെ ആൽഫ്രസ്കോന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ ഷൂ ഇട്ടില്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നില്ല. നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയണേ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം, നോ പ്രോബ്ലം. പിന്നെ എന്താ പറയുക മലയാളികൾ കൂടുതൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാം സമ്മർ ടൈമിൽ. ഇത് വിൻ്റർ തരുന്നൊരു സ്പ്രിംഗ് ടൈമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സൺലൈറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോൺ വറി. സോ നമ്മൾ ഹോം ടൂർ വളരെ ക്വിക്കായിട്ട് നടത്തി. അപ്പോൾ ഈ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീട് ബിൽഡ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. സോ ഹായ്, നൗ ഐ ഹാവ് ജോഷ് വിത്ത് മീ. സോ ദ കോൺവെർസേഷൻ വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദിസ്. യു ഹാവ് ടു അഡ്ജസ്റ്റ്. ഐ എം not speaking in my regional language. So hi Josh, welcome to Sharon Talks. Alright, thank you. So thank you for your permission to shoot these premises. So no problem. Actually Josh is from JDR Homes. So that's the builder's name. So Josh, tell me about this house and how many meters is the land, the house, and how many bedrooms. I have already discussed the bedroom size. You can have a small description about this house, please. Yeah, no worries. Yes, this house it's a 4-bedroom, double garage, 2 living, 2 bathroom home. So in total it's 228 square meters, which is about 25 building squares. Okay.
So I saw so many interiors done. Have you done this interiors, or have you given to any third party person to do it? Yeah, we do all our own interiors. So we have a lady that works for us in the client sort of liaison sort of area, and she helps us with all our interiors, colours and all that sort of stuff. Okay, you already have a team with you for the interiors. Yes, that's so if right. anybody is planning to build with you, Yep. then you will provide the interiors. Yeah, correct. Yeah, that's right. Yep. Okay. Yep. So I've seen the fencing and the landscaping. Have you done the fencing? Yeah. Yep. Yeah, we you have a team who is doing the fencing also. We do, yeah. It's something that we subcontract out, but it's something that comes part of our builds. When we build a house, if the client wants the fencing and the landscaping included, we can offer that as well. Okay, so actually that is excluded on the house package, right? The building package. Yeah, on a standard house package, the fencing and the landscaping is excluded. Excluded. A lot of the time with the fencing, it's because until we know the actual block, we don't know how many metres of fencing. Okay. So that's why we excluded it at the start. So if it's an open area, so you don't have any idea about what's the fencing should be like, right? Yeah, so like if you already have a block of land and then we know the measurements, we can include the fencing. Okay. Yeah. Okay. So next is the time frame. Like the first thing is that I have contacted many builders over in Tasmania, and the building time is a bit high. Yep. They told me that it's 18 to 24 months. For a person, it's very difficult. So for sure. how long it will take Yeah. JDR Homes to build a house for us? Yeah, so the entire process is normally about 12 months 12 with months. us. So that includes all the approvals, plans, getting it through council, and then the actual build time. So it normally takes about 5 months for the approvals, and then around about 7 months for the build. So in total, you're looking at about 12 months. Okay, so you have so many plans in your website. Yep. So if you want to make any tweaks, Yeah. how is the cost? And Yeah, look, that really sort of, I guess, sets us apart from others. We don't have hundreds of plans because we like to customise them all to suit whatever the client is after. so you're ready for the customization? Yep, we can customise any of our plans to suit what you're after. Okay, and the last question is that what's the approximate cost for this? Yeah, so this actual house starts from around 440. That's at our essentials level, so that's more of an entry level fit out, and then it sort of goes up in the levels. So as a platinum sort of package is basically what you see in this house, you're up around about that $500,000. 500,000 just for the house only. Correct, no land. Not yes, land. Not land, yes, that's right. Okay, so the 500,000 includes the like the furnitures and all, or just the house? All the interiors, but all not interiors. the actual furniture. Okay. Yeah. So if you want to buy with the furnitures, is that possible, or? No, we don't actually offer the furniture as such. Just like the fixtures and fittings that come with the home, like the plumbing fixtures and stuff. But the actual furniture, such as the couch and the stuff, that's not included yet. Not included. Yeah. And about JDR Homes, are you doing entire Tasmania, or which are places you cover? Yeah, Tasmania. So mainly the north of the state and the northwest of the state. Okay. Yeah. So we are in Launceston right now. So if anybody wants to build a house with JDR Homes, I will definitely. Can I tag your number? Yeah, of course. Yeah. Okay. Yeah, yeah. So I will tag your number and your website details. So you can definitely contact him for the house. And thank you, JDR Homes, and thank you, Josh, for this No video. worries at all. No worries at all. Thanks Thank a lot. you. Bye. No problem. Thank Thank you. you. See you next video. Till then, bye.